നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. സ്പെയിൻ ലോകകപ്പിന്റെ ഫൈനലിൽ സെമി ഫൈനലിൽ ഫ്രാൻസിനെ എതിരില്ലാത്ത 2 ഗോളിനാണ് സ്പെയിൻ തകർത്തുവിട്ടത്. ഇതോടെ 16 വർഷത്തിന് ശേഷം സ്പെയിൻ ലോകകപ്പിന്റെ ഫൈനലിൽ എത്തിയിരിക്കുകയാണ്. 2010 അവർ ലോകകപ്പിന്റെ ഫൈനലിൽ എത്തിയപ്പോൾ അവർ ലോക ചാമ്പ്യന്മാരായി. അന്ന് ലോക കിരീടം നേടിയാണ് സ്പെയിൻ തിരിച്ചുപോയത്. പിന്നീട് 16 വർഷത്തിന് ശേഷം ഇപ്പോഴാണ്, ഈ വർഷമാണ്, ഈ ലോകകപ്പിലാണ് അവർ ഫൈനലിൽ എത്തിയിരിക്കുന്നത്. ഫ്രാൻസിനെതിരെ തീർച്ചയായിട്ടും അർഹിച്ച ജയം തന്നെയാണ് സ്പെയിൻ നേടിയത്. കളി ഒരുപക്ഷെ ഏകപക്ഷീയം എന്ന് പറയാവുന്ന നിലയിൽ, സ്പെയിൻ മാത്രം ഉണ്ടായിരുന്ന ഒരു കളി എന്ന് വേണമെങ്കിൽ പറയാവുന്ന നിലയിൽ അത്ര മികച്ചതായിരുന്നു സ്പെയിനിൻ്റെ കളി. ഫ്രാൻസ് ഈ ടൂർണമെൻറ്റിൽ ഒട്ടാകെ മികച്ച കളി പുറത്തെടുത്ത ഫ്രാൻസ്, ഗംഭീര കളി. ഒരുപക്ഷെ ലോക ചാമ്പ്യന്മാരാകുമെന്ന് നമ്മളൊക്കെ പ്രതീക്ഷിച്ച ഫ്രാൻസ് തീർത്തും നിറം മങ്ങിപ്പോയി സ്പെയിനിൻ്റെ അടുത്ത്. പിന്നെയും അവർ കളിച്ചത് ഫസ്റ്റ് ഹാഫിലാണ് എന്ന് പറയേണ്ടി വരും. ആദ്യ പകുതിയിലാണ് അവർ പിന്നെയും കളിച്ചത്. രണ്ടാം പകുതിയിൽ തീർത്തും ഇല്ലാതായി പോയി. എന്തായാലും സ്പെയിൻ 22ാമത്തെ മിനിറ്റിൽ ഒയർസബാൽ പെനാൽറ്റിയിലൂടെ നേടിയ ഗോളിലൂടെ മുന്നിലെത്തിയ സ്പെയിൻ ആദ്യ പകുതി അവസാനിക്കുമ്പോൾ 1 ഗോളിന് മുന്നിലായിരുന്നു. പിന്നീട് രണ്ടാം പകുതിയിൽ 58ാമത്തെ മിനിറ്റിൽ പെഡ്രോ പോറോയുടെ മനോഹരമായ 1 ഗോളിലൂടെ അവർ ലീഡ് 2 ഉയർത്തി. അതോടുകൂടി തന്നെ അവർ ഫൈനൽ ബർത്ത്, ലോകകപ്പിൻ്റെ ഫൈനൽ ബർത്ത് ഉറപ്പിച്ചിരുന്നു. പിന്നീട് ഫ്രാൻസിന് ഒരിക്കലും തിരിച്ചു വരാൻ കഴിഞ്ഞില്ല. പല അവസരങ്ങൾ കിട്ടിയെങ്കിലും അവർക്ക് ഒരിക്കലും തിരിച്ചു വരാൻ കഴിഞ്ഞില്ല. ഈ ദിവസം ഫ്രാൻസിൻ്റേതായിരുന്നില്ല എന്ന് തന്നെ വേണം പറയാൻ. കാരണം അത്രമാത്രം നിറം മങ്ങിപ്പോയി ഫ്രാൻസിൻ്റെ കളി. സ്പെയിൻ നിറഞ്ഞു നിന്നു. ബോൾ പൊസഷൻ്റെ കാര്യത്തിൽ പന്ത് മുഴുവനായി നിയന്ത്രിച്ചത് സ്പെയിനാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അത്രമാത്രം പന്ത് കയ്യിൽ വെച്ച് കളിച്ചു സ്പെയിൻ. ഫ്രാൻസിന് ഇങ്ങനെ നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ പല ഘട്ടത്തിലും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും സ്പെയിൻ ലോകകപ്പിൻ്റെ ഫൈനലിലെത്തിയിരിക്കുന്നു. അവർ സമ്പൂർണ്ണ ആധിപത്യം പുലർത്തിയ ഒരു മത്സരത്തിൽ, ഫ്രാൻസിനെ ഇല്ലാതാക്കിയ ഒരു മത്സരത്തിൽ 2 ഗോളുകൾക്ക്, അതിമനോഹരമായ 2 ഗോളുകൾക്ക് അവർ ഫൈനലിലെത്തിയിരിക്കുന്നു. അപ്പോൾ ഫൈനലിലെ ഒരു ടീം ഉറപ്പായിരിക്കുന്നു. അത് സ്പെയിനാണ്. ഫ്രാൻസിനും എംബാപ്പയ്ക്കും ഇനി മടങ്ങിപ്പോകാം.